മുല്ലവള്ളിയും തേന്മാവും. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എന്നാ പിന്നെ പൊന്നുമോൾ അച്ഛൻ ചെയ്തതിന് ഞാൻ പറയുന്നത് കേൾക്കുക, അതേ വഴിയുള്ളൂ. ചെറിയ പൈസ ഒന്നല്ലല്ലോ, 20 ലക്ഷമല്ലേ. ഇനി അതിന് സമ്മതമല്ലെങ്കിൽ വിത്തിൻ 2 days എനിക്കെന്റെ പൈസ കിട്ടിയിരിക്കണം. അവനൊരു കുടിലതയോട് അവളോട് പറഞ്ഞു. കണ്ണിൽ വെള്ളം നിറച്ചിട്ടാണെങ്കിലും തന്റെ മുമ്പിൽ കരയില്ല എന്ന വാശിയോട് നിൽക്കുന്ന അളകനന്ദയെ അവനൊരു കൗതുകത്തോടെ നോക്കി. വേണ്ട 2 ദിവസത്തിനുള്ളിൽ വേറെ വീട് കണ്ടുപിടിച്ച് മാറിയാൽ മതി. എന്തായാലും ആ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതായാലും മതി. അവൻ വീണ്ടും കൗശലത്തോടെ ചിരിച്ചു. വയ്യാത്ത അമ്മയും കൂട്ടി ഞങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനാവില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ചോദിക്കുമ്പോൾ അവളുടെ നിറമിഴിൽ നിന്ന് 2 തുള്ളി നിലത്തേക്ക് വീണു. ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലെ ആ ഉമ്മറക്കോലായിൽ നിന്ന് അവൾ അവനെയൊന്ന് നോക്കി. വെരി ഗുഡ്. എനിക്കറിയാം നിനക്ക് പെട്ടെന്നൊന്നും ആ വീട് വിട്ടു പോകാൻ കഴിയില്ലെന്ന്. എനിക്ക് നീ വിചാരിക്കുമ്പോഴൊന്നല്ല വേണ്ടത്. ഈ തറവാട്ടിൽ എൻ്റെ ചേച്ചിയെ നോക്കാനും കൊണ്ടെടുക്കാനും കമ്പനി കൊടുക്കാനും ഒരാൾ വേണം. എനിക്ക് വേറെ ആളെ കിട്ടായിട്ടൊന്നുമല്ല. ഷീ ഈസ് സെമി പാരലൈസ്ഡ്, വീൽ ചെയറിലാണ്. അപ്പോൾ അവരെ പരിചരിക്കാൻ പറ്റിയ ഒരാളെ കുറേയായിട്ട് ഞാൻ തിരയുക. നിന്നെ കാണുന്നവരെ നീ ആവുമ്പോൾ എൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നിന്റെ കൈ എൻ്റെ മേൽ പതിഞ്ഞതിന് ഞാനിങ്ങനെ പരിഹാരം കണ്ടോളാം. നിറഞ്ഞു തുളുമ്പുന്ന മുഖം അവനിൽ നിന്ന് മറക്കാനെന്നോണം അവളൊന്ന് തിരിഞ്ഞു നിന്നു. ദേവാ. മാലിനി അകത്തുനിന്ന് അവനെ ഒന്ന് വിളിച്ചുകൊണ്ട് വീൽ ചെയർ ഉരുട്ടി അവിടേക്ക് വന്നു. ചേച്ചി. അവൻ കൈ ഉയർത്തി അവിടെ തടഞ്ഞു. പിന്നെ ഇനി നിന്റെ ആ ടെക്സ്റ്റൈൽസിലേക്കുള്ള പോക്ക് നിർത്തിയേക്ക്. പേടിക്കണ്ട, അവിടുന്ന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ നിന്ന് ഈ ദേവദത്തം തരിക. എന്തു പറയുന്നു അളകനന്ദ വാസുദേവൻ? അപ്പം വാങ്ങിച്ച 20 ലക്ഷം രൂപക്ക് പകരമായിട്ട് ഈ ദേവദത്തിന്റെ വീട്ടിൽ അവന്റെ ചേച്ചിക്ക് ഒരു സഹായിയായിട്ട് നിൽക്കാൻ സമ്മതമാണോ? ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലെ വാലിക്കാരിയെന്നും ഇതിനെ പറയാം. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചെറുചിരിയോടെ അവളെ നോക്കി. സമ്മതമാണ്. അവളൊരു തരം വീറോടെ അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. ഗുഡ് ഗേൾ. ഓക്കെ, എന്നാൽ ശരി, നമുക്കൊരു എഗ്രിമെന്റിന്റെ കാര്യമൊന്നും വേണ്ട. തന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. പകരം ഇന്നെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ വീടിന്റെ ആധാരം ഞാൻ തിരിച്ചു തരാം. വേണമെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ അത് തരാം. പക്ഷെ ഇയാളുടെ ഡ്യൂട്ടി എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. അവസാന വാചകം പിന്നീടുള്ള ചേച്ചിയും മാഷും കേൾക്കാതെയായിരുന്നു അവൻ പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. മോളെ, നീ എന്തു പണിയായി കാണിച്ച്? നിന്നോട് ആരവിടെ പോവാൻ പറഞ്ഞ്? അച്ഛന്റെ ശബ്ദത്തിൽ തെല്ലൊരു ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? ഇനിയും വയ്യാത്ത അച്ഛനെ മാത്രം ഇങ്ങനെ ഒറ്റ കുരുകാൻ വിടണം. വേണ്ട അച്ഛാ, ഇതിപ്പോ ഞാൻ തന്നെ ചെന്ന് കണ്ടപ്പോഴും തീരുമാനമായില്ലേ? അവൾ തന്റെ ശബ്ദത്തിന് ഇടർച്ച വരാതിരിക്കാൻ നന്നേ പണിപ്പെട്ടു. നാളെ മുതൽ അയാളുടെ വീട്ടിൽ, അതായത് ഇന്ദ്രപ്രസ്ഥം തറവാട്ടിൽ ഒരു സഹായത്തിന് ചെല്ലാൻ പറഞ്ഞു എന്നോട്. മോളെ, എന്താ നീ പറഞ്ഞേ? അതെ അച്ഛാ, ദേവദത്ത മുതലാളിയുടെ കൊട്ടാരത്തിലേക്ക് എന്നോട് ജോലിക്ക് വരാൻ. അവരുടെ വയ്യാത്ത ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാനാണത്രേ. സാരമില്ല, അതൊരു ജോലിയല്ലേ, ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആധാരം 2 മാസത്തിനുള്ളിൽ അയാൾ തിരികെ തരും. പിന്നെ വയ്യാത്ത അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ എവിടെ പോവാനാ? അതിലേറെ നല്ലതല്ലേ അച്ഛാ അയാൾ പറയുന്ന അനുസരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനതോർത്ത് വിഷമിക്കണ്ട. അവളൊരു വരണ്ട ചിരിയാൽ അയാളെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് തന്നെ കട്ടിലേക്ക് വീണു. തന്റെ ജീവിതം ഇനി ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടം കൊണ്ട് അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. കഴിഞ്ഞു പോയതത്രയും ഇന്നലകളുടെ ഓർമ്മകളായി അവളിലേക്ക് ഓടി അണഞ്ഞു. പഠിക്കാൻ മിടിക്കായിരുന്നു അളകനന്ദ എന്ന അവൾ. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരായിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഒരു ദിവസം മൂക്കിലൂടെ രക്തം വരുന്ന കാണുന്നത്. അടുത്തുള്ള വീടുകളിൽ വീട്ടു ജോലി ചെയ്തും തൊഴിലുറപ്പ് പണിക്ക് പോയും എത്ര ഉന്മേഷത്തോടെയാണ് അമ്മ അച്ഛനൊരു സഹായമായി മാറിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ജോലി സ്ഥലത്ത് നിന്ന് മൂക്കിൽ നിന്ന് രക്തം വരുന്ന കണ്ട് വീട്ടിലേക്ക് വന്നതാണ്. ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞ അമ്മ ഒഴിഞ്ഞു മാറിയെങ്കിലും അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാണെന്നും ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞതിനാൽ ഇനിയൊരു വലിയ സർജറി തന്നെ വേണ്ടിവരുമെന്ന്. അന്നുവരെ കൂട്ടിവെച്ച പണമെല്ലാം കൊടുത്തുകൊണ്ട് പിന്നെ 2 വർഷം അതിന്റെ കൂടെയുള്ള ഓട്ടമായിരുന്നു. അപ്പോഴേക്കും കൂലിപ്പണിക്കാരനായ അച്ഛൻ നന്നേ തളർന്നിരുന്നു. പിന്നെ വീട് പണിയാനെടുത്ത ലോണും പലിശയുമെല്ലാം അവിടെ മുതൽ കൃത്യമായി അടച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ജപ്തിയാവ് എന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ ഇന്ദ്രപ്രസ്ഥം ദേവദത്തിന്റെ കയ്യിൽ നിന്നും 20 ലക്ഷം വാങ്ങിയത്. 15 ബാങ്കിലേക്കും ബാക്കി 5 അമ്മയുടെ ചികിത്സയുടെ കുറച്ച് കടങ്ങൾ തീർക്കാനുമായിരുന്നു. തനിക്കും കൂടി ഒരു ജോലിയായാൽ അച്ഛന്റെ കടം വീട്ടാൻ ഞാനും കൂടാമെന്നൊക്കെ മനസ്സിൽ കണ്ടു. പക്ഷേ സർജറി കഴിഞ്ഞ മുതൽ തന്നെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ പറ്റാതെയായി. അങ്ങനെ ആ പ്രതീക്ഷയും മങ്ങി. അവസാനം അരുമോളെങ്കിലും നന്നായി പഠിക്കട്ടെ എന്ന് കരുതി അമ്മ ഒരുവിധം ഓക്കെ ആയപ്പോൾ ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ് സ്റ്റാഫായി ജോലിക്ക് കയറി. അങ്ങനെ തകിടം മറിഞ്ഞ ജീവിതത്തെ ഒരുവിധം കരക്കടുപ്പിക്കാനുള്ള ശ്രമമായി. വൈകുന്നേരം ഷോപ്പിൽ നിന്നെത്തിയാൽ 6 മണി മുതൽ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുത്തു. ആദ്യമേ പഠിക്കാനുള്ള താല്പര്യം കൊണ്ടും പഠിപ്പിക്കാനുള്ള മോഹം കൊണ്ടും അതിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങി. എങ്ങനെയൊക്കെ നോക്കിയിട്ടും അയാളുടെ കട 2 ലക്ഷം മാത്രമേ വീട്ടാനായുള്ളൂ. അടക്കാൻ വൈകുന്തോറും പലിശയും കൂടി. പിന്നെ ഇത്രയായിട്ടും കടം വീട്ടാനാവാത്തതുകൊണ്ട് മാത്രമല്ല ദേവദത്തിന് തന്നോട് ദേഷ്യം. അതിനു മുന്നിൽ ഒരു ചെറിയ വലിയ പ്രശ്നം കൂടിയുണ്ട്. അന്ന് ഉത്സവത്തിന്റെ അമ്പലത്തിൽ പോയപ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പിൽ അനിരുദ്ധനാട് വെച്ച് കാണാനിടയായി.
ഞങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കള്ളും കുടിച്ചു വന്ന അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് അതിനയാളുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു. തന്റെ വീടിന്റെ ആധാരം അയാളുടെ പക്കലാണെന്ന ബോധം പോലും ഇല്ലാതെ അന്ന് ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലം കൂടിയാണ് ഇന്നത്തെ അയാളുമായുള്ള ഈ കൂടിക്കാഴ്ച. അത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് അയാളെ കൈ ഉയർത്തി അടിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് ഇന്നും പശ്ചാത്തപിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷെ എല്ലാം കൈവിട്ടുപോയി. കള്ളു കുടിച്ച് ബോധമില്ലാതെ കയ്യിൽ പിടിച്ച അയാളുടെ നെഞ്ചിലേക്ക് വലിച്ചിട്ടപ്പോൾ സർവ്വതും മറന്നുപോയി. എന്നിട്ട് എന്തായി? ഇന്ദ്രപ്രസ്ഥൻ ദേവദത്തൻ കൈവച്ച പെണ്ണാണെന്നും വാങ്ങിയ പൈസക്ക് പകരമായി തന്നെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ പല പല മുറുമുറുപ്പുകൾ ഉയർന്നു. പക്ഷെ ഒന്നിനോടും പ്രതികരിച്ചില്ല. എല്ലാം കേട്ട് സഹിച്ചു. അതിലുപരി ഓരോന്നും കേൾക്കുമ്പോൾ അയാളുടെ ദേഷ്യം കൂടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഷോപ്പിലുള്ള അനിരുദ്ധൻ തന്റെ വീട്ടുകാരുമായി വിവാഹം ആലോചിച്ചു വന്നത്. ഇന്ദ്രപ്രസ്ഥൻ ദേവദത്തൻ നോട്ടമിട്ട പെണ്ണാണെന്നും വീടും സ്ഥലവുമെല്ലാം ജപ്തിയുടെ വക്കീലാണെന്നും ഒക്കെ അവന്റെ വീട്ടുകാരും അറിഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധമാണോ അതോ തന്റെ അവസ്ഥ നേരിൽ കണ്ടപ്പോഴുള്ള വല്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല. അയാളും അതിൽ നിന്ന് പതിയെ പിന്മാറി. എന്നിട്ടും കരഞ്ഞില്ല. ഒരുതരം വാശിയായിരുന്നു. മുമ്പോട്ട് ജീവിക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ തങ്ങൾ ഇറക്കി വിടുമെന്ന കടുത്ത തീരുമാനമെടുക്കുമെന്ന് ഉറക്കത്തിൽ പോലും കരുതിയില്ല. അച്ഛൻ പോയി സംസാരിച്ചു നോക്കി. അവസാനം രണ്ടും കൽപ്പിച്ചാണ് താൻ ആ മുറ്റത്ത് ചെന്ന്. തന്റെ വീടിനു പകരമായി അയാൾ ഇങ്ങനെ ഒരു കാര്യമുള്ള തന്റെ മേലേക്ക് ഇട്ടു തരുമെന്ന് കരുതിയില്ല. ഇന്ദ്രപ്രസ്ഥം കോലോത്ത വാര്യക്കാരി. നാളെ മുതൽ തന്റെ ജീവിതം അതാണ്. നാട്ടുകാരുടെ പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കും ഒന്നുകൂടി ചൂട് കൂടുമിനി. എന്തൊക്കെയോ ഓർത്തങ്ങനെ കിടന്നു. എത്ര കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ എഴുന്നേറ്റു. എപ്പോഴോ വന്ന് കിടന്നിട്ടുണ്ട് അനുരാധ. തന്റെ അനിയത്തിയാണ്. ഇപ്പോൾ +2 പഠിക്കുന്നു. ഇനി ഞങ്ങളുടെ ഏക പ്രതീക്ഷ അവളാണ്. അവളുടെ തലയിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് റൂം വിട്ടിറങ്ങി. അമ്മയുടെ അച്ഛൻ്റെ നടുവിലായി പോയി കിടന്നു അവൾ. മോളെ. അയാൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. സാരല്ല അച്ഛ, എല്ലാം നല്ലതിനാവും. പക്ഷെ മോളെ, നാട്ടുകാർക്ക് ഉറപ്പിക്കാൻ ഒരു കാരണം കൂടിയാവും. സാരമില്ല, എല്ലാം ദൈവത്തിന് അറിയാലോ. നമ്മുടെ കയ്യിലൊരു തെറ്റുമില്ലല്ലോ. അയാളുടെ കൈ രണ്ടും മുറുകെ പിടിച്ച് അമ്മയോട് ചേർന്ന് കിടന്നു അവൾ. ഇതേ സമയം ഇന്ദ്രപ്രസ്ഥം വീട്ടിലെ ആട്ടുകെട്ടിൽ മലന്നിടക്കുകയാണ് ദേവദത്തൻ. അവന്റെ ഉള്ളിൽ നിന്ന് അവൾ മാത്രമായിരുന്നു. അവൾ പറഞ്ഞുപോയ ഓരോ കാര്യങ്ങളും അവൻ ഓർത്തെടുത്തു. അത്രമേൽ ഭംഗിയേറിയ ആ മുഖമോർത്തപ്പോൾ അവനിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അടുത്തായി കണക്ക് നോക്കിക്കൊണ്ടിരുന്ന കുറുപ്പുമാഷ് അവന്റെ ആ ചിരി ശ്രദ്ധിച്ചു. എടാ ദേവ, എന്തിനാണ് അതിനിങ്ങനെ കളിപ്പിക്കുന്നത്? അതൊരു പാവം കുട്ടിയാ. മാഷ് അവനോട് പറഞ്ഞു. അറിയാം മാഷേ, അങ്ങനെ ഒന്നിനെ തന്നെ എനിക്കും വേണ്ടത്. അവളുടെ കുടുംബ വഴിയാധാരവും എന്ന് ഭയന്ന് അവൾ ഇവിടെ വരെ വന്ന് എനിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതവളുടെ മനസ്സിന്റെ നന്മയാ. ഇവിടെ ഈ തറവാട്ടിൽ എനിക്കും എൻ്റെ മാലുവിനും കൂട്ടായിട്ട് വേണ്ടതും ഇങ്ങനെ ഒരാളെയാ. അവളിൽ ആ നൈർമല്യ എന്നെ ആകർഷിക്കുന്നത്. വരട്ടെ, നോക്കാം ഏതൊരു പോവെന്ന്. എന്നാ പിന്നെ അതങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ എൻ്റെ കുട്ടിയെ. അത് തന്നെ അമ്മാവ ഞാനും പറയുന്നത്. പക്ഷെ ഈ ചെക്കനീത്ത് എന്ത് ഭാവിച്ചാന്ന് എനിക്കറിയില്ല. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് മാലിന്യം പതി അങ്ങോട്ട് വന്നു. എടാ ദേവ, വേണ്ടടാ, അതൊരു പാവം പിടിച്ച കുട്ടിയെ. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൾ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിൽ എത്രത്തോളം നന്മയുണ്ടാവും. എൻ്റെ മാലു അത്ര പാവൊന്നുള്ളത്. അന്ന് അത്രയും പേരുടെ മുമ്പിൽ വെച്ചാ എന്നെ കൈയുയർത്തി അടിച്ചത്. അത് നന്നായെന്നേ ഞാൻ പറയും. ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ ദേവദത്തിന് എന്താ കൊമ്പുണ്ടോ? കള്ളു കുടിച്ചാൽ വയറ്റി കിടക്കണം. അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കല്ലേ വേണ്ട. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നു. നാണില്ലേ എൻ്റെ ദേവ നിനക്ക്? അത് കണ്ട പെണ്ണൊന്നും ആയിട്ടല്ല, എന്റേതാണെന്ന ബോധത്തിൽ തന്നെയാ അങ്ങനെ ചെയ്ത്. അവൻ ആ ഓർമ്മയിൽ തന്റെ കവിളിലും തൊട്ടു. എന്നാ അത് അവൾക്ക് കൂടി മനസ്സിലാവണ്ടേ? മാലിന്യ അവനെ നോക്കി കളിയാക്കി. ദേ മാലു, ഇനിയൊന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവൻ അവിടുന്ന് എഴുന്നേറ്റ് അവർക്കടുത്തായി വന്നിരുന്നു. നീ എന്തേലും ചെയ്യ്. ദേവ നോക്ക്, നമ്മളായിട്ട് ആരുടെയും കണ്ണീര് വീഴ്ത്തല്ലേടാ. ഇനിയും മറ്റുള്ളവരുടെ ശാപങ്ങൾ പേറാൻ എനിക്ക് വയ്യ. ആ വീൽ ചെയറിന്റെ കമ്പിൽ പിടിച്ച് അവർ സ്വയം ഒന്ന് പുച്ഛിച്ചു. ദേ മാലു, എന്നെ ഒരു ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാനുള്ളിടത്തോളം കാലം അങ്ങനെ എൻ്റെ ഈ പുന്നാര ചേച്ചി എല്ലാ പാപങ്ങളും ഒറ്റയ്ക്ക് ചുമക്കണ്ട. താനൊരു കാര്യം ചെയ്യും, പാപത്തിന്റെ ഭാരം കൂടുമ്പോ കുറച്ചെടുത്ത് എന്റെ നെഞ്ചത്തേക്ക് വെച്ചോ. അവനൊരു തമാശ പോലെ പറഞ്ഞുകൊണ്ട് മാലിനിയുടെ മുമ്പിലായി വന്നിരുന്ന് അവരുടെ മടിയിലേക്ക് തലവെച്ചു. ഒരു ചെറു ചിരിയോടെ മാലിനി അവന്റെ മുടിയിൽ പതിയെ തലോടി. ദേവാ, എന്താടി ചേച്ചി? ആരെയും വിഷമിപ്പിക്കില്ലേടാ. ഇല്ലടി ചേച്ചി, ഞാനല്ലേ പറയുന്നത്. അന്നേരം അവന്റെ ചുണ്ടിലൊരു കുസൃതി ചിരി ഉണ്ടായിരുന്നു. അത്രമേൽ അഴകാർന്ന ഇന്ദ്രപ്രസ്ഥം ദേവദത്തന്റെ മറ്റാരും കാണാത്ത ഒരു ചിരി. പിറ്റേ ദിവസം നന്നേ നേരം വെളുത്തിട്ടാണ് അവൾ ഉണർന്നത്. തലേന്ന് രാത്രി വൈകി കിടന്നു കാരണം എണീക്കാനും വൈകിപ്പോയി. എഴുന്നേറ്റ് വേഗം പണിയെല്ലാം തീർത്ത് അവൾ ഒരുങ്ങിയിറങ്ങി. എന്തിനെന്നറിയാതെ പെരുമ്പറ കുട്ടുന്ന മനസ്സിനെ കണ്ടില്ലെന്നടിച്ച് അമ്മയോടും അച്ഛനോടും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ദ്രപ്രസ്ഥം തറവാടിന്റെ ഗേറ്റ് തുറന്ന് അവൾ മുന്നോട്ട് നടന്നു. വീട്ടിലേക്കുള്ള വഴി നീളെ രണ്ട് സൈഡിലും ഭംഗിയുള്ള പൂന്തോട്ടം, പല നിറത്തിലുള്ള പൂക്കളും, അവയ്ക്ക് നടുവിലായി ചെറിയ താമരക്കുളവും. ഒരു സൈഡിലായി ഒരു വലിയ മാവിൻ ചോട്ടിൽ ഒരു ഊഞ്ഞാലും അതിനടുത്തായി ഒരു തടിബെഞ്ചും ഇട്ടിട്ടുണ്ട്. ഇന്നാണ് ഈ വീട് ശരിക്കും കാണുന്നത്. ഇന്നലെ വന്നപ്പോൾ ഇതൊന്നും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അവൾ വേഗം സിറ്റ് ഔട്ടിലേക്ക് നോക്കി. ആരെയും കാണാനില്ല. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആ മോളാണോ? വരൂ മാലു. കുറുപ്പ് മാഷ് വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് നോക്കി മാലിനിയെ വിളിച്ചു. ഞാൻ ശങ്കരക്കുറുപ്പ്, ദേവദത്തിന്റെയും മാലിനിയുടെയും അമ്മാവനാ.
അവനെന്നെ മാഷയെന്നാ വിളിക്കാറ്. കുട്ടി കയറി വരൂ. മാരും അവിടെ അകത്താ. കുളി കഴിഞ്ഞ് പൂജാമുറിയില്ല. ഇപ്പൊ വരും. ഞാൻ അടുക്കളയിലൂടെ വന്നോളാം. അവളൊന്ന് വിക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താടോ അങ്ങനെ? അതിലൂടെ വരാൻ താൻ ഇവിടുത്തെ അടുക്കളപ്പണിക്കാരിയൊന്നല്ലല്ലോ. അതിനൊക്കെ ഇവിടെ വേറെ ആളുണ്ട്. തന്നോട് വരാൻ പറഞ്ഞ എനിക്കൊരു സഹായത്തിനല്ലേ. അതുകൊണ്ട് ഞാൻ എവിടെയാണോ അവിടെയല്ലേ താൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് കയറി വാടോ. നിറഞ്ഞ ചിരിയോടെ മാലിനി പതിയെ ആ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അകത്തുനിന്ന് അവർക്കടുത്തേക്ക് വന്നു. പിന്നെ വേറൊന്നും ചിന്തിക്കാതെ അവൾ അകത്തേക്ക് കയറി. അന്നേരകത്ത് പൂജാമുറിയിൽ മാലിനി കത്തിച്ചു വെച്ച തിരുനാളങ്ങൾ ഒന്നുകൂടി കത്തിച്ചൊലിച്ച് അകത്തളത്തിലേക്ക് കയറി ചെന്ന് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നുപോയി. അത്രമേൽ ഭംഗിയുണ്ടായിരുന്ന ആ വീടിന്റെ ഉള്ളം, പഴമയുടെ ആ തറവാട്ടിൽ ആധുനിക രീതിയിൽ മോടി പിടിപ്പിച്ച സാമഗ്രികൾ, അതിന്റെ ഒരു സൈഡിൽ ഒരു വലിയ ഷോക്കേസ്, അതിൽ ധാരാളം ട്രോഫികളും മെഡലുകളും പുരസ്കാരങ്ങളുടെയും ഒരു വലിയ ശേഖരം തന്നെ. അവൾ അതെല്ലാം കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന തിരക്കിലായിരുന്നു. അതെല്ലാം ദേവന്റെ ഗുസ്തി, വോളിബോൾ, അങ്ങനെ പോകുന്ന അവന്റെ ഓരോരോ ഭ്രാന്തുകൾ. അവൾക്ക് പിന്നാലെ വന്ന മാലിനി ചെറുചിരിയോടെ പറഞ്ഞു, കനകേച്ചി ഒരു ചായ എടുത്തോളൂ കേട്ടോ. അവർ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞേ. അടുക്കളയിൽ നിന്നൊരു സ്ത്രീ ശബ്ദം ഉയർന്നു. അത് കനകേച്ചി ഇവിടുത്തെ അടുക്കള കാര്യങ്ങൾ നോക്കാറുള്ളതാണ്. അതിനെ അവളൊന്ന് വെറുതെ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി അടുക്കളയിൽ നിന്ന് കനകേച്ചി വന്നു. നന്ദ, ചായ കുടിക്കേ. മാലിനിയുടെ നന്ദ എന്ന വിളിയിൽ അവളൊന്ന് നോക്കിപ്പോയി. അളകനന്ദ എന്നാണ് തൻ്റെ പേരെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നന്ദ എന്ന് വിളിച്ചോട്ടെ. അതിനവളൊരു ചെറു ചിരിയോടെ ഒന്ന് തലയാട്ടി ശേഷം ആ കപ്പ് വാങ്ങി ചായ കുടിച്ചു. ചേച്ചി, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്താ ഇവിടെ ജോലി? നീ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടാക്കും കൂടി ചെയ്യാം. മാലിനി നിറഞ്ഞ ചിരിയോട് അവളോട് പറഞ്ഞു. പെട്ടെന്നാണ് ഒരു വണ്ടി മുറ്റത്ത് വന്ന് അതിൽ നിന്ന് ആരോടോ ഫോൺ ചെയ്തുകൊണ്ട് ദേവദത്തിന് ഇറങ്ങി. അവൻ ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി. മാലു, എനിക്ക് വിശക്കുന്നു, വലെന്താ? അതും പറഞ്ഞവൻ നോക്കിയ നന്ദയുടെ മുഖത്തേക്കാണ്. അവനെ കണ്ടപാടെ അവൾ വേഗം മുഖം താഴ്ത്തി മാലിനിയുടെ പിന്നിലേക്ക് നിന്നു. പെട്ടെന്ന് അവൾ അവിടെ കണ്ടപ്പോൾ അവനൊരു നിമിഷം സ്റ്റെക്കായി പോയി. പിന്നെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോയപ്പോൾ തന്നെ അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പോയ ആൾ കയ്യിലൊരു ലാപ്ടോപ്പുമായി തിരികെ വന്നു. താൻ ആ ടെക്സ്റ്റൈൽസിലെ ബില്ലിംഗ് സ്റ്റാഫ് ആയിരുന്നില്ലേ? അതെ. എന്നാൽ ഇത് കഴിഞ്ഞൊരാഴ്ചയിലെ എസ്റ്റിമേഷൻ ബില്ലാണ്. ഫുൾ ചെക്ക് ചെയ്യണം. ധൃതിയില്ല, താനിവിടെ ഒന്ന് സെറ്റായിട്ട് മതി. പതിയെ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചെന്നാൽ മതി. അതൊക്കെ ഞങ്ങൾ ചെയ്യാടാ. ആദ്യം അവൾ ഇവിടെ ഒന്ന് സെറ്റായിക്കോട്ടെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് ദേവ, അതും കഴിയട്ടെ. മാലിനി അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് അവനോട് പറഞ്ഞു. അപ്പോഴേക്ക് അവനുള്ള ഭക്ഷണം ടേബിൾ വെച്ചിരുന്നു. നീ കഴിക്കടാ, ഞങ്ങൾ കുറച്ച് പണിയുണ്ട്. നന്ദ വായോ. മാലിനി അവളുടെ കൈ പിടിച്ച് പൂജാമുറിയിലേക്ക് വീൽ ചെയർ തിരിച്ചു. ഞാൻ പിടിക്കേച്ചി. അവൾ വേഗം തന്ന ലാപ്ടോപ്പ് അവിടെയുള്ള ഒരു സോഫയിലായി വെച്ചുകൊണ്ട് പതിയെ വീൽ ചെയർ തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി. ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദേവദത്തൻ ആ കാഴ്ച നോക്കി നിന്നു. കുറേ ദിവസമായിട്ട് ഈ വിളക്കുകളും പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്കത് വൃത്തിയാക്കാം ആദ്യം. മാലിനി അവിടെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും കൂടി അതെല്ലാം വൃത്തിയാക്കി. മാലിനിക്ക് എന്തോ അവളുടെ സംസാരവും ചിരിയും വിനയവുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്ദക്കും അങ്ങനെ തന്നെയായിരുന്നു. പാവം പിടിച്ച് ഇവർക്ക് എങ്ങനെയാണ് വെട്ടുപോത്തിനെ പോലെ ഒരു അനിയനുണ്ടായി എന്ന് അവൾ ചിന്തിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് അവൾ ദേവദത്തം കൊടുത്ത കണക്കുകൾ നോക്കാൻ തുടങ്ങിയത്. ഭക്ഷണം കഴിച്ച് മാലിനി ഒരു മയക്കത്തിലായപ്പോഴായിരുന്നു അത്. അവൾ മേലെ ലാപ്ടോപ്പ് എടുത്ത് എല്ലാം തീർത്ത് വെരിഫൈ ചെയ്ത് ലാപ്ടോപ്പ് ലിവിംഗ് റൂമിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അന്ന് വൈകുന്നേരം എന്തെന്നറിയാത്ത ഒരു തരം സംതൃപ്തിയോടെയാണ് അവൾ അവിടുന്ന് മടങ്ങിയത്. പ്രതീക്ഷിച്ച പോലെ അവിടുന്ന് യാതൊരു പ്രശ്നങ്ങളും ആ ദിവസങ്ങളിൽ ഉണ്ടായില്ല. അയാളും തന്നോട് അധികം സംസാരിക്കാൻ നിൽക്കാറില്ല. മാലിനിയുമായി എന്തെങ്കിലും സംസാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മാലിനി ചേച്ചിയുടെ കൂടെ ഇരുന്ന് ചില കണക്കുകളൊക്കെ ക്ലിയർ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെയായി ദിവസങ്ങൾ പതിയെ നീങ്ങി തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ചായം കുടിച്ച് മാലിന്യമായി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഈ പൂക്കളും പൂന്തോട്ടമൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ചേച്ചിയുടെ ഇഷ്ടം കൊണ്ടാണോ? ഏയ് അല്ല, എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം ആ മുല്ലവിളികളെയാ. എന്നേക്കാൾ ഇതിൻ്റെക്കാൾ ദേവനാ. ഇവയെല്ലാം ഇത്രയും ഭംഗിയിൽ പരിപാലിക്കുന്ന അവനാ. ആ മുരട്ടുകാളയോ? അവൾ പതിയെ മനസ്സിലായി പറഞ്ഞുകൊണ്ട് മുറ്റത്തായുള്ള ആ തണലിലേക്ക് വീൽ ചെയർ ഒതുക്കി നിർത്തി. ശേഷം മാലിനിയുടെ അടുത്തായി ആ ബെഞ്ചിലിരുന്നു. ചേച്ചി, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതെന്ത് പറ്റിയതാ ഇങ്ങനെയാവാൻ? അവൾ മാലിനിയുടെ വീൽ ചെയറിലേക്ക് നോയിക്കൊണ്ട് അവരുടെ ചുമലിൽ കൈവച്ചു. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 മാസമായിരുന്നു. PG കഴിഞ്ഞ് ജോലി കയറായിരിക്കുമായിരുന്നു വിവാഹം. അന്ന് ദേവ ഡിഗ്രിക്ക് പഠിക്കുന്ന കാല. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനായിരുന്നു ഭദ്രൻ. വിവാഹം കഴിഞ്ഞ് ഞാനും ഭദ്രൻ്റെ കൂടെ കോയമ്പത്തൂരിൽ സെറ്റിലായി. 2-3 മാസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും അവരെല്ലാവരും വിദേശത്തായിരുന്നു. എനിക്ക് പഠിക്കാൻ അവന് ജോലി ആവശ്യത്തിനൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസമാക്കി. 1 മാസമൊക്കെ ആയപ്പോഴേക്കും അവൻ്റെ സ്വഭാവമൊക്കെ മാറും പോലെ തോന്നി എനിക്ക്. സദാസമയം കള്ളുകൂടിയും കഞ്ചാവലിയൊക്കെ ആയിട്ട് അവൻ വഴിവിട്ട് പോകുന്ന പോലെ. ആദ്യമൊന്നും ഞാൻ ആരോടും പറയാൻ പോയില്ല.
എനിക്ക് അവനെ അത്രമേൽ ഇഷ്ടമായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ വിട്ടുപോരാൻ എന്നെ നിർബന്ധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ അവനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ദേഹോപദ്രവം കൂടി വന്നു. പിന്നെ ഞാൻ ജോലിക്കാരായിരുന്ന കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. അവിടെ തറവാട്ടിൽ അച്ഛനമ്മയൊന്നും അറിയില്ലായിരുന്നു. അന്നൊരിക്കലും എൻ്റെ പിറന്നാളിന് സർപ്രൈസായിട്ട് എന്നെ കാണാമെന്നായിരുന്നു ദേവയും അവൻ്റെ ഫ്രണ്ട്സും. അവർക്ക് മുന്നിലേക്കാ അയാൾ എന്നെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയത്. തലേന്ന് രാത്രി കൂടെ വന്ന പുതിയ ബിസിനസ് പാർട്ണർക്ക് വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ ദേഷ്യമായിരുന്നു. അന്ന് രാത്രി എന്നെ ഒരുപാട് തല്ലി, തല ചുമരിലിടിച്ചു. അവസാനം ബാൽക്കണിയിൽ നിന്ന് ഒരൊറ്റ തള്ളായിരുന്നു. ഒന്നാമത്തെ നിലയിൽ നിന്നായതിനാൽ ജീവച്ചവായിട്ട് ഇതുപോലെ ബാക്കി കിട്ടി. സ്പൈനൽ കോഡിൽ നിന്ന് താഴോട്ടുള്ള നെർവ്സൊക്കെ ചതഞ്ഞു പോയി. ബർത്ത്ഡേക്ക് സർപ്രൈസായി കാണാമെന്ന് എൻ്റെ ദേവയുടെ മുന്നിലേക്കാ ഞാൻ അവിടെ നിലംപതിച്ചു. ചീച്ചി അളകുന്ന ഒരു ഭീതിയോടെ അവരുടെ കയ്യിൽ പിടിച്ചു. മാലിനിയുടെ കണ്ണിൽ നിന്ന് ചൂട് ചോരയാണ് ഒഴുകുന്നതെന്ന് തോന്നിപ്പോയി അവൾക്ക്. ബോധം മറയുമ്പോൾ ചേച്ചി എന്നൊരു അലർച്ചയാണ് ഞാൻ അവസാനമായിട്ട് കേട്ടത്. പിന്നെ ഈ 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ബോധം വരുന്നത്. അപ്പോഴും ഡോക്ടർമാർ ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല. കണ്ണു തുറക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് കേസായി. സംഭവം കഴിഞ്ഞ് എനിക്ക് ബോധം വരാൻ തന്നെ 3-4 ദിവസമായതിനാൽ കേസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനും വൈകി. ആ ദിവസം മതിയായിരുന്നു അയാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ. തുടരന്വേഷണങ്ങളിൽ മനസ്സിലായത് അയാൾ ഇന്ത്യ വിട്ട് യൂറോപ്പിലേക്ക് കടന്നിരുന്നു എന്നാ. അങ്ങനെ കേസും കോടതിയൊക്കെയായി. കാര്യമില്ലെങ്കിൽ അതിന് പിന്നാലെ എൻ്റെ ദേവ അത്രമേൽ ഓടിത്തളർന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി ഇങ്ങോട്ട് കാലുകുത്താനാവാത്ത വിധം അയാളെ പൂട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. മരുന്നും മന്ത്രങ്ങളും ഒഴിച്ചിലൊക്കെ ആയിട്ട് കുറേ കാലം കൊടൈക്കനാലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തളർന്നു തുടങ്ങിയ അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ദേവ ഏറ്റെടുത്തു. അരക്ക് താഴോട്ട് തളർന്നു പോയി ഞാൻ പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങി. പക്ഷേ ഇനിയുള്ള കാലം വീൽ ചെയറിലാണെന്ന് എന്നെ തന്നെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ അമ്മയുടെ തറവാടായി ഇങ്ങോട്ടേക്ക് പോരാൻ 1 മാസം ഉള്ളപ്പോഴാണ് അച്ഛനും അമ്മയും ഒരു ആക്സിഡൻ്റ് രൂപത്തിൽ അവർ സഞ്ചരിച്ച വണ്ടി ലോറിയിൽ ഇടിച്ചതായിരുന്നു. മകൾക്ക് വേണ്ടി കൊടൈക്കനാലിലുള്ള ഏതോ ഒരു കോവിലിൽ പൂജ ചെയ്ത് മടങ്ങിയായിരുന്നു. ആ സമയം ദേവ ദുബായിലൊരു മീറ്റിങ്ങിന് പോയതായിരുന്നു. മടങ്ങി വന്ന് എൻ്റെ കുഞ്ഞ് കാണുന്ന വെള്ളത്തുണി പൊതിഞ്ഞ 2 ശരീരങ്ങൾക്കടുത്തായി വീൽ ചെയറിലിരിക്കുന്ന എന്നെയായിരുന്നു. അന്ന് തൊട്ട് കരഞ്ഞിട്ടില്ല എൻ്റെ കുട്ടി. അന്നു മുതൽ കല്ലാക്കി എടുത്തതായിരിക്കും അവനവൻ്റെ മനസ്സിനെ. അല്ലെങ്കിൽ എല്ലാം തകരുമെന്ന് അവനും അറിയായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ച് അച്ഛനും അമ്മയുടെയും ചിതക്ക് തീ കൊടുത്തുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാൻ എൻ്റെ ദേവയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അന്നു മുതൽ അവൻ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടില്ല. അവരൊരു കിതപ്പോടെ പറഞ്ഞു നിർത്തി. ചേച്ചി ഒന്നും കേൾക്കേണ്ടിയിരുന്നില്ലെന്ന സങ്കടത്തോടെ അവരുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചവൾ. 3 വർഷമായി ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ട്. അല്ലെങ്കിൽ അവനും കുറുപ്പ് മാഷൊക്കെ ഇടയ്ക്കിടെ ഇവിടെ വരും. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് മടുത്തു തുടങ്ങി. അങ്ങനെയാ അമ്മയുടെ പേരിലുള്ള ഈ പഴയ തറവാടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇവിടെ സ്ഥിരമാക്കിയത്. ഇപ്പോൾ ദേവയും കുറുപ്പ് മാഷും എപ്പോഴും ഇവിടെ എൻ്റെ അടുത്തുണ്ടാവും. ഇവിടെ അധികം ആർക്കും അറിയില്ല ഞങ്ങളുടെ ഈ കഥയൊന്നും. ഞങ്ങളായിട്ട് ആരെയും അറിയിച്ചിട്ടുമില്ല. എന്തിനെന്ന് പോലും അറിയാതെ അളകുന്നതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സോറി ചേച്ചി, ഞാനൊന്നും ചോദിക്കരുതായിരുന്നു. കുഴപ്പമില്ല, എനിക്കതിലൊരു വിഷമവുമില്ല. എൻ്റെ ദേവ അവൻ എങ്ങനെയാണ് എന്നെ കൊണ്ടടക്കുന്നതെന്നറിയോ? എൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണാൻ അവൻ എന്തും ചെയ്യും. പിന്നെ ഞാനിതിനും പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടണം. എന്തിനെന്നറിയാതെ അവർ ഇറുകെ പുണർന്നുപോയി അളകുന്നത്. പിന്നെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇവർ അനുഭവിച്ച വിഷമത്തേക്കാൾ എത്രയോ ചെറുതാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. പിന്നെ അന്ന് ആദ്യമായി ഇന്ദ്രപ്രസ്ഥം ദേവതത്തിനോട് ഉള്ളിലെവിടെയോ ഒരു ചെറിയ തണുപ്പ് തോന്നി. പിന്നെ അതിനെക്കുറിച്ചൊന്നും അവരോട് ചോദിച്ചില്ല. വേറെ എന്തൊക്കെയോ ആയിപ്പോയി അവരുടെ സംസാരം. 6 മണിയായപ്പോൾ അവൾ മാലിനിയോട് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി. അവൾ പോകുന്നത് നോക്കി അവരൊരു ചെറിയ ചിരിയോടെ ഇന്ദ്രപ്രസ്ഥം തറവാടിൻ്റെ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ നേരമാണ് പിന്നെ ദേവദത്തൻ കയറി വന്ന്. ബാലു എങ്ങനെയുണ്ട് ആള്? നല്ല കുട്ടിയാടാ, അത് 7 തിരിയിട്ട വിളക്ക് പോലെ. പക്ഷെ നിന്നെപ്പോലെ ഒരു അസുരനെ എങ്ങനെയാ സഹിക്കുന്ന ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അവർ കളിയായി ഒന്ന് ഇടീർപ്പിട്ട്. എൻ്റെ മാലുവിനാളോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്നെ സഹിച്ചേ പറ്റൂ. കാരണം ഇയാളുടെ സന്തോഷം എൻ്റെയും. പിന്നെ അവളോടുള്ള എൻ്റെ ഇഷ്ടം ഇന്നും നിലയും തുടങ്ങിയൊന്നല്ലല്ലോ. എന്തായാലും നോക്കാം, സമയമുണ്ടല്ലോ. എന്തൊക്കെയോ ഓർമ്മകളിലൂടെ മാലിന്യ അവൻ്റെ തലയിലൂടെ ഒന്ന് തലോടി. ദിവസങ്ങൾ വീണ്ടും 2ആയി 4ആയി കൊഴിഞ്ഞു തുടങ്ങി. അതേ ദിവസങ്ങളിലൊക്കെ മാലിന്യവുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്ന അവളും. രാവിലെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയാൽ അവരുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്തിരുന്നത്. ധാരാളം മുല്ലപ്പൂക്കളെടുത്ത് മാലയാക്കി അവരുടെ മുടിയിൽ ചൂടി കൊടുക്കുമായിരുന്നു എന്നും. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു അത്. മുറ്റത്തിൻ്റെ ഒരറ്റത്തായി പടർന്നു പന്തലിച്ച മുല്ലവള്ളിയിൽ നിറയെ മുല്ലമുട്ടുകൾ ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ ഈ മുല്ലമുട്ടുകളൊക്കെ പൊട്ടിക്കട്ടെ. അത്രയും പറഞ്ഞ് അവൾ ആ തടിബെഞ്ചിൽ കയറി നിന്ന് മുറ്റത്തിൻ്റെ ആ ഒരു അരമതിലേക്ക് കയറി പതിയെ പൂമുട്ടുകൾ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. കുറച്ച് എനിക്കും വേണം ചേച്ചി, പോകുമ്പോൾ അനുമോൾ കൊണ്ടുകൊടുക്കാനാ. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടി പോവാലോ. അവൾ മാലുവിനോട് പറഞ്ഞുകൊണ്ട് ഓരോന്നായി പൊട്ടിക്കാൻ തുടങ്ങി. മോളെ മാലു, എവിടാന്ന് ഇതൊന്ന് വായിച്ചെന്നേ. അപ്പോഴാണ് അകത്തുനിന്ന് മാഷ അവള് വിളിച്ച്. നേ മാമി ഇപ്പോൾ വരാമേ. നന്ദ ഞാനിപ്പോൾ വരാം കേട്ടോ. അവരവളോട് പറഞ്ഞുകൊണ്ട് പതിയെ വീൽ ചെയർ തിരിച്ച്. ആ ചേച്ചി എന്നാലെ താനിങ് തന്നോളൂ. അവൾ അതും പറഞ്ഞിറങ്ങി വന്നുകൊണ്ട് മാലിനിയുടെ കയ്യിൽ പൂക്കളമിടുന്ന ആ പാത്രം വാങ്ങി വീണ്ടും അതിലേക്ക് കയറി മുല്ലപ്പൂ പൊട്ടിക്കാൻ തുടങ്ങി.
മാലിനി പതി അകത്തേക്ക് നടന്നു. ഇതേ സമയം തന്നെയാണ് പടിപ്പുര കടന്ന് ദേവദത്തിന്റെ കാർ അകത്തേക്ക് വന്ന്. ദൂരെ മുല്ലവളികളിൽ പൂവിറക്കുന്ന നന്ദയെ അവൻ വണ്ടിയിൽ നിന്ന് തന്നെ കണ്ടു. ചേച്ചി അവിടെയുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. എന്നാൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ സാരി തലപ്പിടുപ്പിൽ കുത്തി പെരുവിരൽ പൊക്കി ഏന്തി വലിഞ്ഞ പൂക്കൾ പറിക്കുന്ന തിരക്കിലാണ് അവൾ. ഒരു നിമിഷം അവൻ അവളെ അങ്ങനെ നോക്കി നിന്നു. ചേച്ചി അവിടെ ഇല്ലെന്ന് കണ്ടതും പിന്തിരിഞ്ഞ് നടക്കാനാഞ്ഞവൻ അമ്മയെന്നുള്ള അവളുടെ വിളിൽ തിരിഞ്ഞതും മതിലിൽ നിന്ന് കാലുവഴുതി അവന്റെ കൈകളിലേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് വീഴാൻ പോയ അവൾ ഒരാശ്രയം കിട്ടിയതുപോലെ അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവനൊന്ന് മുറുക്കി പിടിച്ചു. താലത്തിൽ നിന്ന് വീണ മുല്ലപ്പൂക്കൾ അവർ രണ്ടുപേരുടെയും തലയിൽ അവിടെയായി ചിതറിത്തെറിച്ച് വീണു. വിടർത്തിയിട്ട് അവളുടെ മുടി മുഴുവൻ അവന്റെ മുഖത്താകെ പരന്നു കിടന്നു. അതിൽ നിന്നൊഴുകുന്ന കാച്ചെണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും മണം അവന്റെ നാസികയിലേക്ക് തുളച്ചു കയറി. 2 നിമിഷത്തിന് ശേഷം യാഥാർത്ഥ്യത്തിലേക്ക് വന്നവൾ അവനെ മുഖമുയർത്തിയെന്ന് നോക്കി. ആദ്യം കണ്ടത് പിരിച്ചുവെച്ച മീശയാണ്. പിന്നെ നെഞ്ചിലുള്ള തൃശൂലത്തിന്റെയും ലോക്കറ്റും വെള്ളിമാലയും. അവളൊരു പിടച്ചിലോട് അവനിൽ നിന്ന് കുതിറിയിറങ്ങി. നിലത്ത് കാലുകുത്തി മുന്നിലേക്ക് വീണ മുടിയൊന്ന് നേരെയാക്കി. ഒന്ന് പിന്നിലേക്ക് നീങ്ങാൻ നിന്ന് അവളൊന്ന് നിലവിളിച്ചു പോയി. അവളുടെ കമ്മൽ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിലായി കുടുങ്ങിയിരുന്നു. അവൾ വേദനയോടെ നെരിവലിച്ചു പോയി. അപ്പോഴാണ് അവൻ കാരണം മനസ്സിലായത്. അവൻ ശ്രദ്ധയോടെ അത് വേർപ്പെടുത്തി കൊടുത്തു. അവൾ ചെവിയിൽ തന്റെ കൈകൾ കൊണ്ടൊഴിഞ്ഞ് 2 അടി പിന്നിലേക്ക് നിന്നു. എന്താടി ഒരാളില്ലാത്ത കണ്ട മതിലും വലിഞ്ഞൊരു പൂവിരിക്കാൻ പോയിരിക്കുന്നു? അത് എനിക്കല്ല, ചേച്ചിക്ക്. ആർക്കായാലും എന്താ, ആ പുറമണിക്കാരെങ്കിലും വിളിച്ചാ പോരെ? അതും പറഞ്ഞ് അവൻ ആ ബെഞ്ചിലേക്ക് കയറി നിന്ന് ആ മുല്ലവള്ളി പടപ്പൊന്ന് കുലുക്കി. വെള്ളമുത്തുകൾ പൊഴിയും പോലെ മുല്ലപ്പൂക്കൾ അവിടെ മേലേക്ക് വീഴുന്ന് അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നു. ഇനി എങ്ങാനും കണ്ട മതിലും മരത്തിലും പിടിച്ച് കയറി നിൽക്കുന്ന ഞാൻ കണ്ട. അവൻ താഴെ വീണ പൂക്കളെ നോയിക്കൊണ്ട് അവളോട് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ അളകനന്ദക്കപ്പോൾ സംഭവിച്ചിൽ നിന്ന് പുറത്തെടുക്കാൻ 2-3 നിമിഷം വേണ്ടി വന്നു. എന്തിനെന്നറിയാതെ ധൃതിയിൽ പിടക്കുന്ന തന്റെ ഹൃദയത്തിന്റെ മുകളിലായി കൈയൊന്ന് എടുത്തു വെച്ചു അവൾ. എന്തായി, കിട്ടിയോ? അവൻ ചോദിച്ച് മാലിനി വന്നു. ഇപ്പൊ കഴിയും ചേച്ചി. അവൾ അതും പറഞ്ഞ് ഓരോ പൂക്കളും ശ്രദ്ധിച്ച് താലത്തിലേക്ക് പെറുക്കിയിട്ടു. എന്നാൽ അവളെയും വിട്ട് റൂമിലേക്ക് എത്തിയ ദേവദത്തിന്റെ അവസ്ഥ മറിച്ചല്ലായിരുന്നു. അളകനന്ദ എന്ന പേരാണ് തന്റെ ഉള്ളിൽ തുടിക്കുന്നതെന്ന് തോന്നിപ്പോയി അവന്. മെല്ലെ ജനലരികിൽ പിടിച്ച് താഴെ നിന്ന് അവരെയും നോയിക്കൊണ്ട് അവൾ ആദ്യമായി കണ്ട കാര്യങ്ങൾ ഓർത്തെടുത്തു അവൻ. ചേച്ചിയുടെ ദുരന്തങ്ങൾക്ക് പിന്നാലെ അച്ഛന്റെ അമ്മയുടെയും മരണവും തന്നെ ചെറുതായിട്ടൊന്നല്ല തളർത്തിയത്. പിന്നെ പാതി ജീവനായ തന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിതം. അന്നൊക്കെ വല്ലപ്പോഴുമേ ഇവിടെ വരാറുള്ളൂ. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന ചേച്ചിയെ കാണുമ്പോൾ ചേച്ചിക്ക് പറ്റിയൊരു കൂട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കവലയിലുള്ള നെൽപ്പാടം കാണാൻ വണ്ടിയെടുത്ത് ഇറങ്ങിയതാണ്. ഇവിടെ വന്നത് മുതൽ താൻ നോക്കി വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. കവലയിൽ നിന്ന് അല്പം മാറി അമ്പലവും ആൽമരവും കഴിഞ്ഞാണ് ആ വലിയ പാടശേഖരം. വണ്ടി ഒരു സൈഡിലായി ഒതുക്കി ഡോക്യുമെന്റ് റെഡിയാക്കാൻ വക്കീലിനെ വിളിക്കുമ്പോഴാണ് തറയിലിരിക്കുന്ന മനോനില തെറ്റിയ ആൾക്ക് തന്റെ ബാഗിൽ നിന്നൊരു പൊതിച്ചോറ് എടുത്തു കൊടുക്കുന്ന ആ പെണ്ണിനെ കാണുന്നത്. ഒരു 25 വയസ്സിനോടടുത്തൊരു പെണ്ണ്. ഒരു കയ്യിൽ ബാഗും മറുകൈയിൽ കുടയുമുണ്ട്. ധൃതിയിൽ വന്ന് തന്റെ ബാഗിൽ ആ പുതിയ ആൾക്ക് നീട്ടി അയാളുടെ താടിയിൽ ഒന്ന് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ വേഗം ഓടിപ്പോയി. ഒരു നിമിഷം ഫോണിലായിരുന്നു. അവൻ ഫോൺ കട്ടായിക്കൊണ്ട് അവൾ പോകുന്നത് നോക്കി നിന്നു. എന്തോ ഒരു കൗതുകം മനസ്സിനുള്ളിൽ ആ പെണ്ണിന്റെ മുഖം മാത്രം. ഒരുപക്ഷെ അവളുടെ അലിവാർന്ന പ്രവൃത്തിയാവും തന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച്. പിന്നെ പിറ്റേന്ന് അവളെ കാണാനായി വണ്ടിയെടുത്ത് ഇറങ്ങി. അവസാന സ്ഥലം കണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആ പോക്ക് തുടർന്നു. അതിനിടയ്ക്ക് എങ്ങനെയോ കുറുപ്പുമാഷി കണ്ടുപിടിച്ചു ഞാനീ വരുന്ന അവളെ കാണാനാണെന്ന്. സ്ഥാനം കൊണ്ട് തന്റെ അമ്മാവനാണ്. അമ്മയുടെ വകയിലെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ്. ഭാര്യ നേരത്തെ മരിച്ചു. അച്ഛനും അമ്മയും മരിച്ചാൽ പിന്നെ ഞങ്ങൾ വിട്ട് അദ്ദേഹം എവിടെയും പോവാൻ നിന്നില്ല. ഇന്ദ്രപ്രസ്ഥം തറവാടിന്റെ മേൽനോട്ടക്കാരനായി അവിടെ അങ്ങ് കൂടി. തന്റെ അച്ഛൻ വിളിക്കുന്ന പേരാണ് മാഷിയെന്ന്. ആ ഒരു ബലത്തിൽ ഞാനും അങ്ങനെ വിളിച്ചു തുടങ്ങി. അങ്ങനെ മാഷാണ് പറഞ്ഞ് നമ്മുടെ ഫിനാൻസിന് 20 ലക്ഷം കടമെടുത്ത വാസുദേവന്റെ മകളാണവൾ, അളകനന്ദ. ഒരു കടയിൽ ബില്ലിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുകയാണ്. രാവിലെ ആൾക്ക് ആ പൊതിച്ചോറും കൊടുത്ത് അവൾ ഓടുന്നത് അങ്ങോട്ടേക്കാണ്. അവളുടെ വീട്ടിലെ സ്ഥിതികളൊക്കെ മാഷ് പറഞ്ഞറിഞ്ഞു. അങ്ങനെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലം വരെ എത്തി, അവൾ പോലും അറിയാതെ. അനിരുദ്ധൻ എന്ന ഷോപ്പിലെ മാനേജർക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായ ചന്ദ്രിക ചേച്ചിയാണ് പറഞ്ഞത്. ആ അനിരുദ്ധൻ അത്ര നല്ല ആളില്ലെന്നും അവനെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ലെന്നും പറഞ്ഞു. പിന്നെ അന്ന് ഉത്സവത്തിന്റെ ദിവസം അനിരുദ്ധനുമായി സംസാരിക്കുന്ന അവളെ കണ്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലേക്കാണെന്ന് കണ്ടതും വലിച്ചു തന്നെ നെഞ്ചത്തേക്ക് ഇടുകയായിരുന്നു. അത് അവനുള്ളൊരു താക്കീത് കൂടിയായിരുന്നു. കുടിച്ച കള്ളിന്റെ പുറത്താണെങ്കിലും താൻ ചെയ്ത പൂർണ്ണ വെളച്ചിലാണെന്ന് ആരും അറിഞ്ഞില്ല. പക്ഷെ അവളൊന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ മുഖത്തടിച്ചു. അതിന്റെ ഒരു കുഞ്ഞു വാശിയെന്നോണം അങ്ങനെ അവസാനം അവളെ ഭീഷണിപ്പെടുത്തി. പെണ്ണ് നിന്റെ വീട്ടിൽ ഇതുവരെ എത്തി. അവന്റെ ഉള്ളമൊന്ന് കുളിർന്നു. ഇനിയുള്ള ടാസ്ക് എന്റെ ഇഷ്ടം അവളെങ്ങനെ അറിയിക്കുന്നതാണ്. അറിഞ്ഞാ പെണ്ണ് കൂടും കുടുക്കിയെടുത്ത് ഓടും. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, തന്റെ ചേച്ചിയുമായിട്ട് അവൾ അടുക്കുന്നവരെ കാത്തിരിക്കുക. ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അവളുടെ ഓർമ്മയിൽ അവൻ ബെഡിലേക്ക് വീണു. അളകെ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് 2 മാസമായി. ഇതിനിടക്ക് മാലിന്യമായി അവൾ നന്നായി അടുത്തു. എന്നാ ചേച്ചി ഞാനിനി ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ നേരം വൈകി. സാരമില്ല, കനകേച്ചി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ രാത്രിക്കത്തേക്കാളുള്ള കുഴമ്പട റൂമിലുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം പെണ്ണെ. നേരെ കിട്ടിയില്ലേ, ഞാൻ ദേവനെ വിളിക്കാം, അവൻ കൊണ്ടുപോയി വിട്ടോളൂ.
ദേവാ അതും പറഞ്ഞ് മാലിനി അവനെ വിളിച്ചു. അയ്യോ ചേച്ചി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. നേരെ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. തോടിനരികിലൂടെ പാലത്തിലേക്ക് കടക്കവേ കണ്ടു അവിടെ വണ്ടിയും ചാരി നിൽക്കുന്ന അനിരുദ്ധനെ. തമ്പുരാട്ടിന്ന് വൈകിയോ? അവനൊരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അതിനവനെ ഒന്ന് നോക്കിയവൾ. കടയിൽ തന്നോട് ഏറെ അടുപ്പം കാണിച്ചിരുന്ന വ്യക്തി. തന്റെ നിലയും സാഹചര്യവും പൂർണ്ണ ബോധ്യമുള്ളതിനാൽ അത്യാവശ്യത്തിൽ കവിഞ്ഞൊരു സംസാരം ഇല്ലാതിരിക്കാൻ ഞാനും ശ്രദ്ധിച്ചിരുന്നു. ആള് വീട്ടിൽ വരട്ടെ സംസാരിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടക്കാൻ തുടങ്ങി. അത് സത്യമാവെന്ന് വിചാരിച്ച് താനും വരാൻ പറഞ്ഞു. പക്ഷെ വീട് തന്നെ പണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ആളെ കുടുംബക്കാർ വിലക്കിയതാണ്. പിന്നെ എന്തോ ഒരു താല്പര്യമില്ലായ്മ പോലെ. അപ്പോൾ തന്നെ അധ്യായം അവിടെ വെച്ച് അടച്ചിട്ടതാണ്. എന്തോ മറ്റെന്തിനേക്കാൾ വേറെ തന്നെ പരിഗണിക്കുമെന്ന് ഞാനും വിശ്വസിച്ചു പോയി. പക്ഷെ അയാൾക്കും വേണ്ടത് വേറെന്തൊക്കെയോ ആയിരുന്നു. ഞാൻ കുറേ ഇവിടെ കാത്തു നിൽക്കുന്നു. ഷോപ്പിൽ നിന്ന് കറക്റ്റ് 5 മണിയായി ഇറങ്ങി വിടുന്ന ആൾക്ക് ഇപ്പം 6 ആയാലും 7 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇയാൾക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലേ. നേരായ വഴിക്ക് ഇനി ഏതായാലും നടക്കില്ല. പക്ഷെ ആ മോഹം മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. അപ്പോൾ പിന്നെ അതങ്ങ് തീർക്കാന്ന് വെച്ചു. മര്യാദ സംസാരിക്കണം. നിങ്ങളെ വിശ്വസിച്ചിരുന്നു, സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വിവാഹം കഴിച്ച ശേഷം ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം മറ്റു പോലത്തായിരുന്നു ഞാൻ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. അന്ന് തന്നെ നിങ്ങളെ മനസ്സിൽ നിന്ന് നാട്ടിലേക്ക് വിട്ടാൽ ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം. അവൾ അയാളെ നോക്കി ചൂണ്ടുവരിൽ ഉയർത്തി. കിടന്ന് കിടക്കാതെടി, നീ ആരെ കണ്ടിട്ടാണ് ഈ നെകളിക്കുന്നത്? നിന്നെ മറ്റവനെയോ? ദേവദത്തൻ എന്താടി, അവൻ്റെ കാശിട്ട് നിന്റെ കണ്ണു മഞ്ഞളിച്ചോ? അതോ അത്രയും? പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്ക് ചുറ്റും നടന്നു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. ശരി, നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു ദിവസം നീ എൻ്റെ കൂടെ വരണം. ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ. ചെകിയുടെ അടക്കം കിട്ടിയ അടിയിൽ അനിരുദ്ധന്റെ ചെവി മൂളി. അവൻ ദേഷ്യത്തോടെ അവിടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് പാലത്തിന് മുകളിലൂടെ തുടരെ ഹോൺ അടിച്ചുകൊണ്ടൊരു ബുള്ളറ്റ് വന്ന് നിന്ന്. ദേവദത്തൻ തന്നെ വണ്ടി അവർക്കടുത്തായി ഒന്ന് സൈഡാക്കി. എന്താണ് അനിരുദ്ധൻ സാറേ, കിട്ടാണല്ലോ കിട്ടിയില്ലേ? ഇനി പോവാൻ നോക്ക്. ദേവദത്തനൊരു പുച്ഛച്ചിരിയോട് അനിരുദ്ധനോട് പറഞ്ഞു. ഇതിനുള്ള നീ അനുഭവിക്കൂടി. അവൻ അവൾക്കടുത്തായി വന്നുകൊണ്ട് അത്രയും പകയോടെ പറഞ്ഞു. അവൾ വെറുപ്പോടെ തലയിരിച്ചു. കഴിഞ്ഞു വന്ന് വണ്ടി കയറ്. അവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു. അനിരുദ്ധൻ നോക്കിയിരിക്കുന്നുകൊണ്ട് അവൾ വന്ന് വണ്ടിയിൽ കയറുമെന്ന് ദേവദത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അവളിലും കുറച്ചു മുമ്പ് അവൻ ദേവദത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു. അനിരുദ്ധനോടുള്ള അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൾ വേഗം അവനെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു. ദേവദത്തിനൊരു വിജയച്ചിരിയോടെ അനിരുദ്ധനെ നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു. അന്നേരം അവന്റെ മനസ്സിലന്ന് ഉത്സവപ്പറമ്പിൽ തന്നെ നോക്കി ഗൂഢമായി ചിരിച്ച അനിരുദ്ധന്റെ മുഖമായിരുന്നു. അവനൊരു പകയോടെ കാറിന്റെ ബോണ്ടിൽ അടിച്ചുകൊണ്ട് തന്റെ കലി തീർത്തു. അനിരുദ്ധന്റെ മുമ്പിൽ നിന്ന് കയറിയെങ്കിലും പാലം കഴിയാറായത് അവൾ പറഞ്ഞു. വണ്ടി നിർത്ത്, ഞാനീ നടന്നു പോയിക്കോളാം. നിന്നോട് ആരാടി നേരെ തിരിച്ചിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പറഞ്ഞ്? അത് എനിക്കിവിടെ പേടിയൊന്നുമില്ല. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. അവൻ അനിരുദ്ധന്റെ മുമ്പിൽ പേടിച്ചിട്ടാണെങ്കിൽ പിടിച്ചു നിൽക്കുന്ന അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിർത്ത്, ഞാനിനി പോയിക്കോളാം. ഞാൻ വീട് വരെ വരാം. വേണ്ട പ്ലീസ്, ഇനി നാട്ടുകാർ ഓരോന്ന് പറയുന്ന എനിക്ക് വയ്യ. അവൾ എന്തോ ഒരു ഓർമ്മയിൽ അവനോട് കെഞ്ചി. അത് കേട്ടത് അവൻ വണ്ടി ഒരു സൈഡിലായി നിർത്തി. അവൾ മേലെ ബുള്ളറ്റിന്റെ ബാക്കിൽ നിന്ന് ഇറങ്ങി. അവനും വണ്ടി ഓഫ് ചെയ്തിറങ്ങി. നടന്നു തുടങ്ങി അവളെ അവൻ വിളിച്ചു. എന്താ? അതെ, നാട്ടുകാരുടെ സംസാരം സത്യമായി കൊടുക്കാൻ താല്പര്യമുണ്ടോ എനിക്ക്? നാട്ടുകാർക്കിടയിൽ ദേവദത്തിന്റെ കൈ പതിഞ്ഞ പെണ്ണ് അടങ്ങുന്നെന്താ? അതങ്ങ് സമ്മതിച്ചു കൊടുക്കാമോ ജീവിതകാലം മുഴുവൻ? അതാ ഞാൻ ചോദിച്ചു. അമ്പരപ്പോടെ അവനെ നോക്കിപ്പോയി അവൾ. വെറുതെ പറഞ്ഞല്ല, മനസ്സറിഞ്ഞ് മോഹം തോന്നിയോണ്ട് തന്നെയാ. അതിനുണ്ട് കുറച്ച് കാലങ്ങളുടെ പഴക്കം. പക്ഷെ അന്ന് ഈ കൈ എൻ്റെ കവിളിൽ പതിഞ്ഞപ്പോ ആ മോഹത്തിനപ്പുറം ഒരു ചെറിയ വാശി കൂടിയായി. അതാ ഇത്രയും കാലമൊന്നും പറയാഞ്ഞത്. അമ്പലത്തറയിലിരിക്കുന്ന ആ ഭ്രാന്തിനെയൊന്നും പൊതിച്ചോറ് കൊടുത്ത് ഓടിപ്പോകുന്ന ആ നീളമുടിക്കാരി പെണ്ണിനെ ദേവദത്തൻ അന്നേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. പിന്നെ ആ തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അന്ന് അനിരുദ്ധം ശരിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ തൻ്റെ മേൽ കൈവച്ചത്. അവനൊരു കൈ കൊണ്ട് തൻ്റെ കവിളിലും തൊട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ തൻ്റെ ബലഹീനതയും മുതലെടുത്തൊന്നുമല്ല. എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വരാൻ പറഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇയാളെ കാണാലോന്ന് വെച്ച് തന്നെയാ. എൻ്റെ ചേച്ചിയെപ്പോൾ തന്നെ ഇടനെഞ്ചിലുള്ള മറ്റൊരു മുഖ തൻ്റേത്. ഇങ്ങനെയാകുമ്പോൾ ഇനി രണ്ടാളൊരിടത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടിയാ ആ ജോലി ഒഴിവാക്കി ഞാൻ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച്. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി. കേട്ടൊന്നും വിശ്വസിക്കാത്ത രീതിയിൽ കിതച്ചുകൊണ്ട് അവൾ വീണ്ടും തിരിഞ്ഞടന്നു. അതെ, ഇനി ഇതിൻ്റെ പേരിൽ വരാതിരിക്കരുത്. അവിടെ എൻ്റെ ചേച്ചി നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഏതോ വിദൂരത്ത് നിന്ന പോലെ അവൻ്റെ ശബ്ദം മുഴങ്ങി കേട്ടോൾ. അവൻ പറഞ്ഞിട്ട് പോയ വാക്കിൻ്റെ കിതപ്പിലായിരുന്നു വീട്ടിലെത്തിയിട്ടും പെണ്ണ്. എന്താ മോളെ ഇത്രയും വൈകിയത്? അവിടെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മോളെ, ദേവദത്തൻ കുഞ്ഞ് വന്നിരുന്നു. വീടിൻ്റെ ആധാരം ഇവിടെ തന്നിട്ടാ പോയത്. എന്ത്? അതേ മോളെ, ഞങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷെ അവൻ അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ആ മാതാപിതാക്കൾ അവളോട് പറയാൻ നിന്നില്ല. അവൾക്കെന്തോ കൂടുതൽ ചോദിക്കാനും പറയാനും തോന്നിയതുമില്ല. അപ്പോഴും ദേവദത്തിന്റെ വാക്കുകളായിരുന്നു ഉള്ളു നിറയെ. ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് ഒരിക്കൽ പോലും കരുതിയതല്ല. അന്ന് തന്നെ വലിച്ചാ നെഞ്ചിലേക്ക് ഇട്ടപ്പോൾ മുഖമടച്ചൊന്ന് കൊടുത്തതാണ്. അപ്പോഴും അനിരുദ്ധന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള തന്റെ ഈ യാത്ര ഇന്ന് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ തന്റെ വീടിന്റെ ആധാരം തിരിച്ചു തരുമെന്ന് അവൻ പറഞ്ഞതാണ്. എല്ലാം കൂടെ ഓർത്തിട്ട് അവൾക്കാകെ വട്ടുപിടിക്കും പോലെ തോന്നി. ഇനി പഴയ പോലെ തനിക്ക് അവിടേക്ക് പോവാനാവില്ല.
തൻ്റെ അച്ഛൻ വാങ്ങിയ പൈസക്ക് പകരമായി തൻ്റെ ജോലി അതുമാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മാലിനി ചേച്ചിയോട് കൂടുതൽ അടുക്കുമ്പോഴും മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ഇനി പഴയ പോലെ അവിടെ കയറി ചെല്ലാൻ തനിക്കാകുമോ? ചേച്ചിയുമായി സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട് ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ. പക്ഷേ അത് ചേച്ചിയുടെ മുഖത്ത് ചിരിയും സന്തോഷവും കാണാനായിരുന്നെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവൾ എന്തൊക്കെയോ ഓർമ്മകളിൽ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു. നേരമേറെയായിട്ട് ഉറങ്ങാനായില്ല അവൾക്കന്ന്. ദേവദത്തിന്റെയും മാലിനി ചേച്ചിയുടെയും മുഖം വീണ്ടും വീണ്ടും ഉറക്കത്തെ നഷ്ടപ്പെടുത്തി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല വെട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു. മോളിന്ന് പോകുന്നില്ലേ? നേരെ ഒരുപാടായി. ഇല്ലമ്മ, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ് പോകുന്നുള്ളൂ. അത് മോളെ ആ കുട്ടിയോട് പറയണ്ടേ? അത് നിന്നെ കാത്തു നിൽക്കില്ലേ? മാലിനിയെ ഉദ്ദേശിച്ചാണ് അമ്മ അത് പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. മാലിനി ചേച്ചിയുടെ അവിടുത്തെ വിശേഷങ്ങൾ എന്നും പറഞ്ഞു പറഞ്ഞ് അനുവിനും അമ്മയ്ക്കും നല്ല പരിചയമായിരുന്നു. അമ്മയുടെ ചോദ്യത്തിന് അവളൊരു മൂളലിൽ മറുപടി കൊടുത്തു. അമ്മ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് തലയണിലേക്ക് മുഖം അമർത്തി. കട്ടിലിന്റെ ഒരറ്റത്ത് കിടക്കുന്ന ഫോൺ നിർത്താ ബെല്ലടിക്കുന്ന കേട്ടാണ് അവൾ കണ്ണു തുറന്ന്. ഫോണിലേക്ക് നോക്കി അവളൊന്ന് ഞെട്ടിപ്പോയി. ചേച്ചി എന്ന നമ്പറിൽ നിന്നാണെന്ന് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തു. ഹലോ ചേച്ചി, എന്താടോ? എന്തു പറ്റി? മുൻകൂട്ടി ലീവൊന്നും പറഞ്ഞില്ലല്ലോ. അത് ചേച്ചി, എനിക്ക് നല്ല തലവേദനയാ, അതുകൊണ്ട്. എന്നിട്ട് കുറവില്ലേ നന്ദ? കുഴപ്പമില്ല ചേച്ചി, കുറച്ചു നേരം കിടന്നു റെഡിയാവും. എന്നാൽ ശരി മോളെ, നാളെ നേരത്തെ വന്നേക്കണേ. എനിക്കാണെങ്കിൽ ബോറടി ഇപ്പോഴേ തുടങ്ങി. അത് ചേച്ചി, ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അതെന്താടോ? ഒന്നുമില്ല, മനസ്സിനാകെ ഒരു അസ്വസ്ഥത പോലെ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളാം. ഓക്കെ, എന്നാൽ ശരി, നീ വെച്ചോ, പോയി റെസ്റ്റ് എടുക്ക്. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഫോൺ ഓഫാക്കി. എടാ ദുഷ്ട, നീ ഇന്നലെ എന്തൊക്കെയാ പെണ്ണിനോട് പറഞ്ഞ്? പാവം തലവേദന പിടിച്ച് കിടപ്പാ. തന്റെ തൊട്ടപ്പുറത്തെ എല്ലാം കേട്ടിടക്കാൻ ദേവദത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്തു പറയാം, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. മിക്കവാറും അവളിനി വരുമെന്ന് തോന്നുന്നില്ല. അവൾ വന്നില്ലെങ്കിലേ ഞാൻ പോയി പൊക്കിക്കൊണ്ടുവരും. എനിക്കും വയ്യ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ. ശരിയാ, എനിക്കും വയ്യ ഇപ്പം അവളില്ലാതെ. ഇത്രയും ദിവസം ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നോ. എനിക്കെൻ്റെ ഒരു നല്ല കൂട്ടുകാരി അവളിപ്പോൾ. അവൾ വന്ന ശേഷം ഞാൻ ഈ വീൽ ചെയറിലാണെന്ന ചിന്ത പോലും ഉണ്ടായിട്ടില്ല. എന്തിനും ഇതിനൊരു കൈത്താങ്ങായി. എന്തൊരു രസമാണെന്നറിയോ? മാലിനി നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഞാനും കണ്ടിട്ടുണ്ട് പെണ്ണിയാളുടെ ചുമലിൽ തലവെച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ എൻ്റെ മാലുവിന് ഏറ്റവും ബെസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അവളിലൂടെ എനിക്കത് സാധിക്കുമായിരിക്കും. ഇനി അവളല്ലാതെ വേറൊരാളെ ആ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്നെ ചിലപ്പോൾ അവൾ ആക്സെപ്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ മോനെ, കുടിയൻ ദേവദത്ത കണ്ണി ചോരയില്ലാത്ത പലിശക്കാരാ. നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അവളൊരു ചെറിയ കളിയാക്കലോടെ പൊട്ടിച്ചിരിച്ചു. എന്ന് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അവളെ മതി. പിന്നെ സമ്മതിച്ചില്ലെങ്കിലും താലിട്ട് ഞാനീ കൊണ്ടുവരും. അതിനുശേഷം എൻ്റെ പൊന്നു മോളെ, അവളെന്നെ സ്നേഹിക്കാനുള്ള ചില വഴികളൊക്കെ എനിക്കറിയാം. അതോർത്തിൻ്റെ മാലിനി കുഞ്ഞ് തൽക്കാലം തല വെക്കണ്ട. തൽക്കാലം പോയി കിടക്കാൻ നോക്ക്. നമുക്ക് നാളെ പോകാനുള്ളതല്ലേ? അത് വേണോടാ? വേണം. അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ആയിരുന്നിടയിൽ വിളിച്ചു പറഞ്ഞു. അന്നത്തെ ദിവസം പിന്നെ അവൾ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. മാലിനിയെയും മാഷിനെയും കാണാത്തോണ്ടെന്ന പോലെ എന്തോ ഒരു അസ്വസ്ഥത അവളിൽ നിറഞ്ഞു നിന്നു. അപ്പോഴും ദേവദത്തൻ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മയിലേക്ക് വന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ പോകണോ വേണ്ടയോ എന്നൊരു പിടിവലിയായിരുന്നു അവളുടെ മനസ്സ്. ആ ഒരു മുഖമോർത്തപ്പോൾ പോവേണ്ട എന്ന് തന്നെ വെച്ചു. വേഗം പണിയെല്ലാം ഒതുക്കി തെക്കേതുള്ള കുളത്തിലേക്ക് ഇറങ്ങിയവൾ ഒന്ന് നീന്തി കുളിച്ചു വരാമെന്ന ചിന്തയിൽ അലക്കാനുള്ള എടുത്ത് കുളപ്പടവിലേക്ക് പോയി. ചിലപ്പോഴൊക്കെ കുളത്തിൽ പോയി കുളിക്കാറുള്ളതായിരുന്നു. കുറേ അധികം നേരം കുളത്തിൽ ചെലവഴിച്ച ശേഷം അലക്കിയതെല്ലാം ബക്കറ്റിലിട്ട് വേഗം വീട്ടിലേക്ക് നടന്നു. വീടിന് മുമ്പിലെത്തിയതും മുമ്പിൽ കിടക്കുന്ന ആ വണ്ടി കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഇനി ഇങ്ങോട്ടുള്ള വരവ് എന്തിനാണാവോ എന്ന ചിന്തയിൽ അവൾ വേഗം അടുക്കള ഭാഗത്തേക്ക് നടക്കാനാഞ്ഞു. ഒന്ന് നിന്നേ. മുറ്റത്തെ വണ്ടിയിൽ ചാരിയെന്ന് ആരോടോ സംസാരിക്കാനും ദേവദത്തൻ. അവന്റെ ആ വിളിയിൽ അവൾ അവിടെയൊന്ന് സ്റ്റെക്കായി പോയി. കുളി കഴിഞ്ഞ് ഒരു തോർത്തുകൊണ്ട് മുടിയൊന്നാ കെട്ടിവെച്ച് കയ്യിലൊരു ബക്കറ്റും പിടിച്ച് നിൽക്കുന്നവളെ കണ്ട് ഒരു നിമിഷം സ്വയം മറന്ന് നിന്നുപോയവൻ തൻ്റേതാണെന്ന് മനസ്സിൽ പറഞ്ഞു പതിപ്പിച്ചതിനാലാവണം അത്രമേൽ ഭംഗിയുണ്ട് ഈ പെണ്ണിനെന്ന് തോന്നിപ്പോയി. താൻ ആരോട് ചോദിച്ചിട്ടാ 2-3 ദിവസം ലീവ് എടുത്ത്? അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ചേച്ചിയാണോ തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത്? അത് എനിക്ക് തലവേദന ആയതുകൊണ്ട്. തലവേദനയുള്ള ആളാണോ കുളത്തിൽ നീരിടാൻ പോയത്? ഈ തലവേദനയുടെ കാരണം എനിക്കറിയാം. അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി അറിയാനാ ഞങ്ങളിപ്പോൾ വന്ന്. ഇതിന് സമാധാനപൂർണ്ണ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ നിന്റെ ഈ തലവേദന ഈ കൂടത്തേ ഉള്ളൂ മോളെ. എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ അകത്തേക്ക് നോക്കിക്കൊണ്ട് അവനോട് വിക്കി ചോദിച്ചു. ഒരു ദിവസം നിന്നെ കാണാത്തോണ്ട് അവിടെ ഒരാൾക്ക് പൊറുതിയില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ലൈഫ് ലോങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള ഒരു അപ്പോയിന്റ്മെന്റായി വന്നതാ. ഈ ദേവദത്തിന്റെ ജീവിതത്തിലെ കണക്കപ്പിള്ളയായി എന്റെ മാലുവിന് നല്ലൊരു കൂട്ടുകാരിയായി നിന്നെ കൊണ്ടുപോവാൻ സമ്മതിക്കില്ലേ നീ? എനിക്കറിയാം എന്നെ നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനാവില്ലെന്ന്. ഒരു താലിയിട്ടെന്ന് വെച്ച് ഒരു ഭർത്താവിന്റെ അധികാരവും നിന്റെ സമ്മതമില്ലാതെ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. എന്റേത് ആത്മാർത്ഥമായിരുന്ന പ്രണയമായിരുന്നെന്ന് നിനക്ക് തോന്നുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. അതുവരെ നീ എൻ്റെ ചേച്ചിക്ക് ഒരു നല്ല കൂടപ്പിറപ്പായിട്ട് അവിടെ വേണം. ഇതെൻ്റെ ഒരു ചെറിയ വാശി കൂടിയാ. നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാ,
അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് നിന്റെ അഭിപ്രായം അറിയാൻ. എന്താണെങ്കിലും അവിടെ വെച്ച് പറഞ്ഞോണം. അതും പറഞ്ഞ് അവൻ അവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവൾ നിന്ന നിൽപ്പിൽ വിയർത്തുപോയി. ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ ദേവദത്തനും ചേച്ചിയും മാലിന്യം തന്നെ പെണ്ണ് ചോദിക്കാനും വീട്ടിൽ വന്നെന്ന ഓർമ്മയിൽ അവൾക്ക് തല ചുറ്റും പോലെ തോന്നി. വേഗം കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് താഴെ വെച്ച് അതിൽ നിന്നൊരു ഷോൾ എടുത്ത് തന്റെ സൈഡിലായിട്ടുകൊണ്ട് അകത്തേക്ക് കയറി. അടുക്കളയിലേക്ക് കയറിയ പാടെ കണ്ടു ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത് വീൽ ചെയറിലായിരിക്കുന്ന മാലിനിയെ. വാതോരാതെ അമ്മയോട് സംസാരിക്കുകയാണ് അവർ. ആ മോളെത്തിയോ? അമ്മയുടെ ആ പറച്ചിലിൽ തിരിഞ്ഞു നോക്കിയ മാലിനിയുടെ മുഖവും ഒന്ന് വിടർന്നു. ചേച്ചി നിന്നെ കാണാനായിട്ട് എന്തോ പോലെയാടി. അവൻ ഞങ്ങളിങ്ങ് പോകുന്നു. അവരവിടെ താടിത്തുമ്പിലൊന്ന് പിടിച്ചു. ഞാൻ നിന്റെ അച്ഛനോട് അമ്മയുടെ ഒരു കാര്യം ചോദിക്കാൻ കൂടിയാ വന്ന്. സമ്മതിക്കില്ല നീ? ചേച്ചി ഞാൻ അവന് ജീവനാടോ നിന്നെ. അത് കുറച്ച് മുമ്പേ തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. പാവൻ എൻ്റെ കുട്ടി. ജീവിതത്തിലെല്ലാം നഷ്ടം മാത്രമേ അവനുണ്ടായിട്ടുള്ളൂ. നിന്നെ കണ്ട മുതലാ അവന് മാത്രമായിട്ട് ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായത്. സമ്മതമല്ലെന്ന് മാത്രം പറയില്ലേ. ഞാൻ ഉറപ്പ് തരാം, അവൻ്റെ താലി നിന്റെ കഴുത്തിൽ വീണാൽ പിന്നെ നീ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. കാരണം ദേവത്തിൻ്റെ പ്രണയം അതെന്നും അളകുന്നതിക്ക് മാത്രമുള്ളതാ. അവരവരുടെ കവിളിലും തലോടിക്കൊണ്ട് പറഞ്ഞു. അവളും കണ്ണീരണിഞ്ഞ ഒരു ചിരിയോടെ അവരെ കെട്ടിമുഴന്നു. ദാ മോളെ ചായ കൊണ്ടുപോയി കൊടുക്ക്. അമ്മ ഒരു ട്രേ അവൾക്ക് നേരെ നീട്ടി. വാ, അവിടെ മാമിയവന് മാത്രമേ ഉള്ളൂ. അവൾക്ക് മുമ്പിലായി വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് മാലിന്യ നടന്നു. ഒരു കപ്പ് ചായ അവന് നേരെ നീട്ടുമ്പോൾ വിറകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് തുളുമ്പി തെറിച്ചിരുന്നു. താങ്ക്സ്. അവൻ ചായ വാങ്ങി അവൾ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുറുപ്പ് മാഷാണ്. ഇല്ല, അവളൊന്ന് വിക്കി. എന്നാ വാസുദേവ, അടുത്ത നല്ല മുഹൂർത്തത്തിൽ നമുക്ക് നടത്താം അല്ലേ? എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് പറയുമ്പോഴും അച്ഛൻ അവളെ നോക്കി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി നിങ്ങളുടെ തീരുമാനം അറിയിച്ചാൽ മതി. മാഷി ചായക്കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. എന്തിനു വേണ്ടി നിന്നെ ആരും നിർബന്ധിക്കില്ല. ഇറങ്ങാൻ നേരം അവിടെ അടുത്തായി വന്ന് നിന്നുകൊണ്ട് ദേവദത്തും പറഞ്ഞു. ശേഷം വീൽ ചെയറിൽ നിന്ന് മാലിന്യം കോരിയെടുത്ത് വണ്ടിയുടെ മുൻസീറ്റിലേക്ക് ഇരുത്തി. പിന്നെ വന്ന് ആ വീൽ ചെയർ മടക്കി ഡിക്കിയിലേക്ക് വെച്ചു. പോട്ടെ. എല്ലാവരെയും നോക്കിക്കൊണ്ട് ആ വണ്ടിയിൽ കയറി. എല്ലാവരും പോയപ്പോൾ ഉമ്മറത്തിനകത്തേക്ക് കയറാൻ നേരം അച്ഛൻ അവളെ വിളിച്ചു. മോളൊന്നും പറഞ്ഞില്ല. അന്ന് ദേവൻ കുഞ്ഞ് ആധാരം തിരികെ തരാൻ വന്നപ്പോഴേ പറഞ്ഞതാ നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. പക്ഷെ ഒന്നിൻ്റെ പേരിൽ നിന്നെ നിർബന്ധിക്കരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനപ്പോൾ പറയാഞ്ഞത്. ഞാനിനി എന്താ അവരോട് പറയേണ്ടത്? എല്ലാ അച്ഛൻ്റെ ഇഷ്ടം. എനിക്ക് സമ്മതാച്ച. അവളൊരു ചെറു ചിരിയോട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇന്ദ്രപ്രസ്ഥം ദേവദത്തിന്റെ ഭാര്യയായി അളകനന്ദ വീട്ടിൽ വലതുകാല് വെച്ച് കയറി. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും മാലിനിയായിരുന്നു. കാരണം തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീരുമോ തൻ്റെ അനിയന്റെ ജീവിതമെന്ന് അവരേറെ ഭയപ്പെട്ടിരുന്നു. അതിനൊരിക്കലും താൻ സമ്മതിക്കില്ലെന്നുണ്ടായിരുന്നു. അവരൊരു നെടുവീർപ്പോടെ ഓർത്തു. ദേവദത്തിന്റെ നിസ്വാർത്ഥമായ പ്രണയത്തിനു മുമ്പിൽ അളകനന്ദക്കും കൂടുതൽ കണ്ണടക്കാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ നിന്നേക്കാളേറെ നീ എന്നെ സ്നേഹിക്കുമെന്ന് അവന്റെ വാക്കുകൾക്ക് അപ്പുറമായിരുന്നു അവന്റെ പ്രവൃത്തികൾ. ചേർത്ത് പിടിക്കലിന്റെയും പരിഗണനയുടെയും ആശ്വാസവാക്കുകളുടെയും പ്രണയിച്ചൂടിൽ പതിയെ പതിയെ അവളുടെ ഹൃദയത്തിലേക്ക് ആസുരൻ ചേക്കേറി തുടങ്ങിയായിരുന്നു. ഇത്രമേൽ ഇനി തന്നെ ആരും ഈ ജന്മം സ്നേഹിക്കില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയി. അവന്റെ ആ പ്രണയത്തിന് അടിമപ്പെട്ട പോലെ ഇനി അവനില്ലാതെ ജീവിക്കാനാവില്ലെന്നതിലേക്ക് അളകനന്ദയും മാറിപ്പോയി. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം. മോളെ വൈദു, വേഗം വന്നേ. ഇത് കഴിച്ചിട്ട് വേണം മുടികെട്ടി യൂണിഫോം ഇട്ടേറാൻ. വേഗം വാ കുട്ടി. പ്ലേറ്റിലൊരു ദോശയുമായി കുഞ്ഞു വൈദേഹിയുടെ പുറകെ ഓടുകയാണ് അളകനന്ദ. എനിക്ക് അമ്മ തരണ്ട, ചേച്ചി അമ്മ തന്നാ മതി. ചേച്ചി അമ്മേ. ആൾ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. മുറ്റത്തെ മുല്ലവള്ളികൾക്കരികിൽ വീൽ ചെയറിലിരിക്കുന്ന മാലിനിയുടെ മടിയിലേക്കായി വീണു അവൾ. വൈദു, പെണ്ണ് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എനിക്ക് അമ്മ തരണ്ട, ചേച്ചി അമ്മ തന്നാ മതി. അവൾ വേഗം മാലിനിയുടെ മടിയിലേക്ക് മുഖം വെച്ച് കിടന്നു. ഇങ്ങ് താന്നന്ത, ഞാൻ കൊടുത്തോളാം. മാലിനി അവളുടെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് വാങ്ങി. മാലു, എനിക്ക് ചായതാ. വണ്ടിയിൽ നിന്നിറങ്ങി വന്ന ദേവദത്തൻ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ദേവ, നിന്റെ കെട്ടിയോളോട് പറ, എനിക്ക് എൻ്റെ മോൾക്ക് ചായ കൊടുക്കണം, പിന്നെ മുടി കെട്ടി കൊടുക്കണം. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ അല്ലേടി? മാലിനി തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, പപ്പയ്ക്ക് ഫുഡ് വേണമെങ്കിൽ മമ്മിയോട് പറഞ്ഞു. ചേച്ചിയമ്മയ്ക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. അവനെ നോക്കിക്കൊണ്ട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞു കൊച്ചു വൈദേഹി. ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത് നിന്നിരുന്ന അളക കൈ രണ്ട് ഇടുപ്പിൽ വെച്ചുകൊണ്ട് ദേവദത്തിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. തന്തയുടെ അതേ സ്വഭാവം തന്നെ, മനുഷ്യനെ മെനക്കെടുത്ത. അവനെ നോക്കിക്കൊണ്ട് പിറിവിർത്തു. എന്താണ് നീ പറഞ്ഞത്? നിങ്ങളുടെ അതേ സ്വഭാവം നിങ്ങളുടെ മോൾക്കൊന്ന്. ആണോ? ആണ്. എന്നാലേ സ്വഭാവം എൻ്റെതാണെങ്കിലും എൻ്റെ മക്കൾക്ക് എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് മതി. ഒരുപാട് നന്മയുള്ള ആ മനസ്സ്. അവളുടെ കാതോരവൻ മെല്ലെ പറഞ്ഞു. ശേഷം തങ്ങൾക്കടുത്തായി വൈദ്യുവിനെ മടിയിലിരുത്തി വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന മാലിനിയെ നോക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി.